ഇന്നസെന്റ് ഇടവേള ബാബു, ഇന്നസെന്റ് മോഹൻലാൽ തുടങ്ങി താരസംഘടന അമ്മയുടെ സുവർണകാലത്തെ നേതൃ കോംബോകൾ ഇത്തവണ ചിത്രം മാറുകയാണ്. അമ്മയുടെ നേതൃത്വത്തിലേക്ക് പതിവ് മുഖങ്ങളോ മുൻനിര താരങ്ങളോ ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. നിരവധി താരങ്ങൾ രംഗത്തിറങ്ങിയതിനാൽ മത്സരം കടുക്കാനും സാധ്യതയുണ്ട്. അതിനിടെ ആരോപണ വിധേയരായ താരങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് സംഘടനയിലെ അംഗങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയും രൂക്ഷമാണ്. എന്താണ് താരസംഘടന അമ്മയിൽ സംഭവിക്കുന്നത്? ആദ്യം RDX റാപ്പ് കാണും. മോഹൻലാൽ ഒഴിഞ്ഞതോടെ പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ട് 6 താരങ്ങളാണ് രംഗത്തുള്ളത്. ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലാകും പ്രധാന മത്സരം. ദേവൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റ് താരങ്ങൾ. ജോയ് മാത്യു നൽകിയ പത്രിക തള്ളി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ബാബുരാജും കുക്കു പരമേശ്വരനും അടക്കം 5 പേർ പത്രിക നൽകി. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് മുൻ ഭാരവാഹികളും ഇത്തവണ മത്സരരംഗത്തുള്ള അൻസിബ ഹസന്റെയും സരയുവിന്റെയും അഭിപ്രായം. നമ്മുടെ നാട്ടില് ജനാധിപത്യ രാഷ്ട്രമാണ്. നമുക്ക് ആരോപണ വിധേയരായിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്ക് മത്സരിക്കാമെങ്കിൽ ആർക്കും മത്സരിക്കാം അല്ലേ? ആരോപണ വിധേയർ മാറി നിൽക്കുന്നതാണ് മര്യാദയെന്ന് നടൻ അനൂപ് ചന്ദ്രൻ തുറന്നടിച്ചു. ആരോപണ വിധേയരായുള്ളവർ ഉറപ്പായി മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അന്തസ്, അതിന്റെ മര്യാദ അതാണ്. ഈ മാസം 31 വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. അതിനുശേഷമേ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരൂ. RDX റാപ്പ്, ന്യൂസ് മലയാളം. വിശദാംശങ്ങൾ നോക്കാം. മുൻനിര താരങ്ങളില്ലാത്ത ആദ്യ ഇലക്ഷനാണ് ഈ അമ്മ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ല എന്ന നിലപാടിൽ നിന്ന് അയഞ്ഞിട്ടില്ല ഇതുവരെ മോഹൻലാൽ എന്നതാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അമ്മ ഭാരവാഹി സ്ഥാനത്തേക്ക് വരാൻ താല്പര്യപ്പെടാതെയാണ് ഇപ്പോൾ മിക്ക മുൻനിര താരങ്ങളും ഉള്ളത്. കുഞ്ചാക്കോ ബോബനെയോ വിജയരാഘവനെയോ പ്രസിഡന്റാക്കാനുള്ള സമവായ നീക്കവും നടത്തിയിരുന്നു. പക്ഷെ അതും ഫലപ്രാപ്തിയിലെത്തിയില്ല. ശക്തമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഏറ്റെടുക്കാനില്ല എന്ന് ഈ താരങ്ങൾ അറിയിച്ചു എന്നാണ് കാണുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാനമായും മത്സരരംഗത്തുള്ളത് ജഗദീഷും ശ്വേതാ മേനോനുമാണ് എന്ന് നമ്മൾ അറിയുന്നു. മറ്റ് ഭാരവാഹി സ്ഥാനങ്ങളിലേക്കെല്ലാം നാമനിർദ്ദേശ പത്രിക നൽകിയത് നിരവധി പേരാണ്. ഭാവിയിൽ ഇത് പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നാണ് ചോദ്യം. മുൻനിര താരങ്ങളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായേക്കും എന്ന തോന്നൽ ആ താരങ്ങൾക്ക് തന്നെയുമുണ്ട്. കൈനീട്ടം അടക്കമുള്ള പദ്ധതികൾക്ക് അമ്മ പണം കടന്നത് സ്റ്റേജ് ഷോകളിലൂടെയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്റ്റേജ് ഷോകളുടെ എല്ലാം മുഖമായിരുന്നത് മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള താരങ്ങളായിരുന്നു മുൻകാലങ്ങളിൽ. ടോവിനോ തോമസ്, ആസിഫ് അലി തുടങ്ങിയവരും സംഘടനാ തലപ്പത്തേക്ക് ഇല്ല എന്ന് അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതിനകം തന്നെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇങ്ങനൊരു പ്രതിസന്ധി അവർക്ക് ഉണ്ടാക്കിയതെന്ന തോന്നലുണ്ട്. താരസംഘടനയ്ക്കും വിവിധ താരങ്ങൾക്കുമെതിരെ പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു കേൾക്കുന്നു. ലൈംഗിക ആരോപണത്തെ തുടർന്ന് 2024 ഓഗസ്റ്റിൽ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. നമുക്കത് ഓർമ്മയുണ്ട്. അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെ 2024 ഓഗസ്റ്റ് 27 മോഹൻലാൽ പ്രസിഡന്റ് പദവിയും രാജിവെച്ചു. വലിയ സംഭവവികാസങ്ങളായിരുന്നു അക്കാലത്ത്. ഭാരവാഹികൾ ലൈംഗിക ആരോപണം നേരിട്ടതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു രാജി. 17-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിരിച്ചുവിട്ടു. പ്രവർത്തനത്തിന് അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരികയാണ് ഉണ്ടായത്. കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിടുന്നതിൽ അംഗങ്ങളിൽ ചിലർ തന്നെ എതിർപ്പുയർത്തി എന്നത് നമ്മൾ അറിഞ്ഞു. 2025 ജനുവരിയിൽ അമ്മയുടെ ട്രഷറർ സ്ഥാനത്ത് നിന്ന് ഉണ്ണി മുകുന്ദൻ രാജിവെച്ചു. തുടർ സംഭവങ്ങൾ അങ്ങനെ പോയി. മത്സരമില്ലെങ്കിൽ വീണ്ടും പ്രസിഡന്റാകാൻ തയ്യാറാണെന്ന് അഡ്ഹോക് കമ്മിറ്റിയിൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത. അതായത് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ജോയ് മാത്യു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡിക്ലറേഷനൊന്നും ഫില്ല് ചെയ്യാത്തതുകൊണ്ട് അത് തള്ളിപ്പോയി എന്നാണ്. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അമ്മ സിനിമാ താരങ്ങളുടെ സംഘടന ശക്തമായി ഇരിക്കേണ്ടുന്നൊരു കാലത്തേക്കാണ് യഥാർത്ഥത്തിൽ പോകുന്നത്. മറ്റു പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ അത് ദുർബലമാവുകയാണ് എന്ന തോന്നൽ ഒരുപക്ഷെ ഉണ്ടാക്കുന്ന വാർത്തകളാണ്. നമുക്കറിയില്ല അതിൻ്റെ സമ്പൂർണ്ണ പരിസമാപ്തി എന്തായിരിക്കുമെന്ന്. എങ്ങനെ കാണണം അതിനെ? ഇതിലെനിക്ക് തോന്നുന്നത് ഈ പ്രധാനപ്പെട്ട താരങ്ങൾ, അതായത് ഈ സൂപ്പർ താരങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ താരങ്ങളുണ്ട്. സംവിധായകരെ നോക്കിയാൽ ആ നിലയ്ക്കുള്ള സംവിധായകരുണ്ട്. അവർ ഇതൊരു ഇൻഡസ്ട്രി എന്ന നിലയ്ക്ക്, ഒരു വ്യവസായം എന്ന നിലയ്ക്ക് അതിനെ പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവരുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിനെ നിയന്ത്രിക്കാനില്ല എന്നിപ്പോൾ അങ്ങ് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ മോഹൻലാൽ അടക്കമുള്ളവർ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന് വേണ്ട മോഹൻലാൽ ഇനി ഇതിനെ നയിക്കാനില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുമ്പോൾ പിന്നെ അതൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. കാരണം അതിനൊപ്പം നിൽക്കുന്ന മോഹൻലാലിൻ്റെയൊക്കെ ടീമിനൊപ്പം നിൽക്കുന്ന ആ ആളുകളൊക്കെ തന്നെ അതിൽ പലർക്കും ആരോപണ വിധേയരായി രാജിവെക്കേണ്ടി വരുന്നു. ഈ അഡ്ഹോക് കമ്മിറ്റി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ആകെപ്പാടെ ഒരു കൂട്ടപ്പൊരിച്ചിലേക്ക് അമ്മ പോകുന്നു. പക്ഷേ ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മ സംഘടന അത് തീർച്ചയായും അത് നിലനിൽക്കേണ്ടത് തന്നെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അവർക്കവിടെ അതിനേക്കാൾ രൂക്ഷമായി അവിടെ ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വനിതാ
അംഗങ്ങളുമായി ബന്ധപ്പെട്ട് നടിമാരുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കാര്യക്ഷമമായി പ്രതികരിക്കാത്തവരുടെ ഒരു കൂട്ടമായി ചില ഘട്ടങ്ങളിൽ അത് മാറിയിട്ടുണ്ടാവാം. അതിനെതിരെ വിമർശനമുണ്ടായി. ഇപ്പോൾ WCC പോലെ എതിർക്കുന്ന ഒരു സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായും ഒരു സിസ്റ്റത്തിൽ ഒരു കാലത്ത് ഒരു സമൂഹത്തിൽ അത് നിലനിൽക്കുന്ന സിനിമയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക. ഈ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും നല്ല മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. WCC ചില നല്ല മാറ്റങ്ങൾ ഈ അമ്മ സംഘടനയിലടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ടല്ലോ. അതിനെയും വിമർശിക്കാനുള്ള കാരണങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിന് തീർച്ചയായും ഇത് അനിവാര്യമാണ്. മറ്റൊന്ന്, ഇതിൽ പലതരത്തിലുള്ള ഇടപെടൽ, ഇങ്ങനെ ഈ നയിക്കുന്നവരില്ലാത്തത് കൊണ്ട് പലതരത്തിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ തീർച്ചയായും ഇതിനകത്ത് പ്രവർത്തിക്കും. മറ്റൊന്ന്, ഈ ഇതര സംഘടനകൾ, ഇപ്പോൾ ഫെഫ്ക പോലെയുള്ള സംഘടന, മാക്ട പോലെയുള്ള സംഘടന, നിർമ്മാതാക്കളുടെ സംഘടന, ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ പ്രവർത്തിക്കും. ഇപ്പോൾ ഈ തൊട്ടു മുമ്പുള്ള കമ്മിറ്റി ജയൻ ചേർത്തലയ്ക്കെതിരെ നിർമ്മാതാക്കളുടെ സംഘടന പരാതി കൊടുത്തിട്ടുണ്ട്, വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ തർക്കം അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ആരോപണ വിധേയർ മത്സരിക്കേണ്ട എന്ന് പ്രമുഖരായ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തുന്നവരടക്കം പല നടന്മാരും പല ആവർത്തി മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ ആ സാഹചര്യമല്ല ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ബാബുരാജിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടുള്ളതാണ്. ഈ മറ്റുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ഒരു സ്വഭാവം നോക്കുമ്പോൾ ആ മട്ടിൽ തന്നെയുള്ള ആരോപണം ബാബുരാജിനെതിരെ ഉയർന്നിട്ടുള്ളതാണ്. ജയൻ ചേർത്തലയ്ക്കെതിരെ ആരോപണം ഉയർന്നിട്ടുള്ളതാണ്. പക്ഷേ ആരോപണ വിധേയർ തന്നെ മത്സരരംഗത്തേക്ക് വീണ്ടും വരുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കാണുന്നത്. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇത് ഏതെങ്കിലും തരത്തിൽ ഈ അമ്മ സംഘടനയുടെ ഈ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തെ ബാധിക്കുമോ എന്നതുകൂടി ചേർത്ത് വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, പിടിച്ചെടുക്കലുകൾ, അതൊക്കെ ഇതിൽ സംഭവിക്കുമോ എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും കാത്തിരിക്കേണ്ടത്. അതിലെനിക്ക് ഏറ്റവും എന്നെ ഞെട്ടിച്ചത് ജോയി മാത്യുവിൻ്റെ നോമിനേഷൻ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അതായത് ഡിക്ലറേഷൻ പൂരിപ്പിച്ചില്ല എന്നുള്ളതാണ്. എനിക്ക് അതിനകത്ത് സത്യത്തിൽ അദ്ദേഹത്തിന് ഈ എല്ലാ നേതാക്കളോടും നേതൃത്വങ്ങളോടും ഈ സിസ്റ്റത്തോടും ഒക്കെ പുച്ഛം ഇങ്ങനെ വാരി വെതറി മുന്നേറുന്ന കക്ഷിയാണ്. പക്ഷേ ഒപ്പിടാൻ മറന്നുപോയെന്നോ അതോ ഇനിയിപ്പം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വയ്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ചിലപ്പോൾ ചില കൊനിഷ്ഠ ബുദ്ധികളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാകും. കാരണം അദ്ദേഹം മത്സരിക്കുന്നത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തേക്ക് അദ്ദേഹം എന്തായാലും മത്സരിക്കുന്നുണ്ട്. ആ ഫോമൊക്കെ വൃത്തിക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ചിലപ്പോൾ അതായിരിക്കാം. അതൊക്കെ വെറുതെ പറഞ്ഞ് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധത്തെ, അതായത് അങ്ങനെയാണ് പിന്നെ കൊടുക്കാതിരുന്നാൽ മതിയല്ലോ പ്രസിഡന്റ് സ്ഥാനത്ത്. ഇത് മാത്രമല്ല, സിനിമാ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട വർത്തമാനം അത് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളത്, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അമ്മയുടെ പ്രസിഡന്റ് ആണെന്നൊരു ആഗ്രഹമുള്ള ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ പക്ഷേ ഒറ്റ കാര്യം പറയട്ടെ, അദ്ദേഹം പ്രസിഡന്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആ സംഘടനയ്ക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട വലിയ വിഷയം ഉണ്ടായപ്പോൾ വായും പൊത്തി തിരിഞ്ഞു കിടന്ന കക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും സംവിധാനത്തിലുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ജോയി മാത്യു വിഷയം മാറ്റി വെച്ചാൽ ഹർഷൻ നേരത്തെ പറഞ്ഞ പോലെ, ശരിയാവണ്ണം പറഞ്ഞ പോലെ, ഞാനും വിചാരിക്കുന്ന അമ്മ സംഘടന നിലനിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, ഇത്തരം ഘട്ടങ്ങളുണ്ടല്ലോ, ഏത് സംഘടനയും, ഇപ്പോൾ ഏത് രാഷ്ട്രീയ സംഘടനയും സമുദായ സംഘടനയും മറ്റേത് തരത്തിലുള്ള മനുഷ്യരുടെ കൂട്ടായ്മയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവർ നിലനിൽക്കുമോ ഇല്ലയോ എന്ന കാര്യം മനസ്സിലാകുക. ഒന്നുകിൽ അവർ കുറെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇത്തരം വലിയ പ്രതിസന്ധി മുന്നിലേക്ക് വരുമ്പോഴാണ് ഒരു സംഘടന ഒരുപക്ഷെ അതിനെ മറികടക്കുകയാണെങ്കിൽ ആ സംഘടന എന്നേക്കുമായിട്ടുള്ള ശക്തമായ സംഘടനയായിട്ട് മാറും. അവിടെ കൊണ്ട് വീഴുന്ന സംഘടനയാണെങ്കിൽ വീണും പോകും. അപ്പോൾ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ആളുകൾ ഇതിനകത്ത് വരുന്നില്ല എന്നതുകൊണ്ട് ആ സംഘടന ക്ഷീണിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ അൻസിബ ഹസൻ സംസാരിക്കുന്നത് കണ്ടില്ലേ, അൻസിബ ഹസൻ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ്. അതായത് താരതമ്യേന ഏറ്റവും ജൂനിയർ ആയിട്ടുള്ളൊരു ആളാണ് സിനിമാ മേഖലയിൽ തന്നെ. അവർ ഈ ദൃശ്യം സിനിമയിൽ മോഹൻലാലിൻ്റെ മകളായിട്ട് അഭിനയിച്ച ആളാണല്ലോ. അപ്പോൾ സമീപകാലത്ത് വന്ന ഒരു നടി, ചെറുപ്പക്കാരിയുള്ള ആൾ, വളരെ പെർഫെക്റ്റായിട്ട് അവർ സംസാരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ സിനിമാ മേഖല, മലയാള സിനിമാ മേഖല ആകെ തന്നെയും അമ്മ സംഘടന മാത്രമല്ല, ഏറ്റവും വലിയ പ്രതിസന്ധികൾ കണ്ട കാലത്ത് ഒരു പെൺകുട്ടി ക്യാമറകളോട് വളരെ പെർഫെക്റ്റായിട്ട്, അവരുടെ നിലപാട് ശരിയോ തെറ്റോ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷേ പെർഫെക്റ്റായിട്ട് സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മൾ കേട്ടു. അപ്പോൾ പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഉദയം കൊള്ളുകയാണ്. അപ്പോൾ അന്ന് ചില സംസാരങ്ങൾ കേട്ടപ്പോൾ ഇവർ ശരിക്കും അതുപോലെ രാഷ്ട്രീയ സംഘടനയിലൊക്കെ പോയിട്ട് നേതാവേണ്ട ആളാണല്ലോ എന്ന് തോന്നിയ ചില സന്ദർഭങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവരിന്നും സംസാരിക്കുകയാണ്. അപ്പോൾ പെർഫെക്റ്റായിട്ട് ചില നേതാക്കൾ ഉയർന്നു വരും. ഈ സംവിധാനം ഇതിപ്പോൾ ഇത്രമാത്രം സമ്പത്തുള്ളൊരു സംവിധാനമല്ലേ. ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നും ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നില്ല എന്ന് തീരുമാനമെടുത്തു എന്ന് കരുതുക. ടോവിനോ തോമസും ആസിഫ് അലിയും പ്രധാനപ്പെട്ട നേതാക്കളെ നമ്മൾ കണക്കാക്കുന്ന ആരും വന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷേ അതുകൊണ്ട് അവർ അമ്മയുടെ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കില്ലല്ലോ. ഈ പണം കൈനീടുമ്പോഴുള്ള പദ്ധതികൾ നടപ്പാക്കാൻ പറ്റില്ല. നല്ല സംഘാടന പാഠമുള്ള ആളുകൾ തലപ്പത്തെത്തിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഇടവേള ബാബു വലിയ സൂപ്പർ താരമൊന്നും ആയിരുന്നില്ലോ, പക്ഷേ അദ്ദേഹം എത്രയോ കാലം ഇതിനെ നയിച്ചില്ലേ. അപ്പോൾ അദ്ദേഹം ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വന്നപ്പോൾ ആരെങ്കിലും ഒരുപാട് ആളുകൾക്കെതിരെ എതിരഭിപ്രായം വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ പ്രത്യേകമായിട്ട് അദ്ദേഹം സംഘടനയിൽ വീഴ്ച വരുത്തിയെന്ന വിശദീകരണമൊന്നും ഉണ്ടായില്ല. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രവീന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. വളരെ സീനിയറാണ്. ഇതിനകത്ത് അതായത് നമുക്കറിയാമല്ലോ, അതായത് സീനിയേഴ്സ് ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതുപോലുള്ള സീനിയേഴ്സും
മത്സരിക്കുന്നുണ്ട്. ഒരു സംവിധാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, ഈ ആൾക്കൂട്ടത്തെ പലതരത്തിൽ പല താല്പര്യക്കാരായുള്ള ആളുകളെ ഒന്നിച്ച് നിർത്തി കൊണ്ടുപോകാൻ പറ്റുക, ഈ കാലത്തിൻ്റെ ചോരെടുത്ത് വായിക്കാൻ പറ്റുക. അതായത് സിനിമ നിങ്ങൾ പണ്ട് കണ്ടിരുന്ന പോലെ ഏകഛത്രാധിപതികളുള്ള ആളുകൾ അവരവർക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നടപ്പാക്കിയിട്ട് ഈ സാധാരണ മനുഷ്യൻ ഒരുപാട് ഉയരത്തിലിങ്ങനെ നിന്നിട്ട് രാഷ്ട്രീയ നേതൃത്വം മൈൻഡ് ചെയ്യാതെ അങ്ങ് പ്രവർത്തിക്കാം എന്ന തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കുക. ഞങ്ങളുടെ ഒരു തൊഴിൽ മേഖലയാണ്, അതിൻ്റെ സവിശേഷതകളുണ്ട്, അതിനകത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സംഘടന നിലനിൽക്കേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഫോമൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന, ഒപ്പിടേണ്ടടുത്ത് ഒപ്പിടാൻ പറ്റുന്ന, ബുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന, സംഘടനയെ കൊണ്ടുനടക്കാൻ പറ്റുന്ന മനുഷ്യർ വരണമെന്നേ ഉള്ളൂ. സിനിമാ കോൺക്ലേവ് വരാനിരിക്കുകയാണ്. മലയാള സിനിമയ്ക്കായി സമഗ്രമായ സിനിമാ നയം രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ആ പ്രക്രിയകളിലൊക്കെ വിലയുള്ള, നിശ്ചയമായും പരിഗണിക്കപ്പെടുന്ന അഭിപ്രായം പറയാനിടം കിട്ടുന്ന സംഘടനയാകും അമ്മ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് തെളിഞ്ഞും അതിനു മുമ്പ് എത്രയോ കാലമായി ഒളിഞ്ഞും കേട്ട പരാതികളും ഗുരുതര ആരോപണങ്ങളും ഗൗരവമായി എടുക്കേണ്ട സംഘടനയാണ് അമ്മ. അമ്മ നേതൃത്വം തന്നെ പലവട്ടം സ്വയം വിശേഷിപ്പിച്ചതുപോലെ ഒരു ക്ലബ്ബ് എന്നതിലപ്പുറം ഒരു തൊഴിൽ സംഘടനയുടെ എല്ലാ അർത്ഥമൂല്യത്തോടെയും തുല്യനീതിയും ലിംഗനീതിയും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നവർ പുതിയ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സൂപ്പർ താരങ്ങളെല്ലാവരും മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും പുതിയ ഭരണസമിതിക്ക് ഈ പറഞ്ഞതിലൊന്നും അവരുടെ പിന്തുണയും കിട്ടട്ടെ. ഇടവേളയിൽ